പ്രതിനായക വേഷം ചെയ്ത് സിനിമയിൽ തിളങ്ങി നിന്ന നടൻ മേഘനാഥൻ അന്തരിച്ചു. കോഴിക്കോട്ടെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുറച്ചു ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. 60 വയസ്സായ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 50-ലധികം മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ്. അസ്ത്രം എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് നമുക്കറിയാം, നിരവധി സിനിമകളിൽ പ്രതിനായക വേഷം ചെയ്ത് അദ്ദേഹത്തെ നമ്മൾ വെറുക്കുന്ന ഒരു തലത്തിലേക്ക് ഒരുപാട് സിനിമകൾ ചെറുതും വലുതുമായ ഒരുപാട് സിനിമകൾ നമുക്ക് അത്രത്തോളം മലയാളികൾക്ക് സുപരിചിതനാണ്. ശ്വാസകോശ രോഗബാധിതനായി ചികിത്സയായിരുന്നു. മിഥില ബാലനാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. മിഥില, എപ്പോഴായിരുന്നു മരണം? ബാക്കി സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ടോ? സിനിമാ മേഖലയിലെ പ്രമുഖർ ബേബി മെമ്മറിലുണ്ടോ മിഥില? ആഷ്മി, ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് മേഘനാഥന്റെ അന്ത്യം സംഭവിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഈ മാസം 6 മുതൽ അദ്ദേഹം ഇവിടെ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ 2 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. അല്പസമയം മുമ്പ് മൃതദേഹം ഷൊർണൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അല്പസമയം മുമ്പ് മൃതദേഹം ഇവിടെ നിന്നും ഷൊർണൂരിലേക്ക് കൊണ്ടുപോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിനായക കഥാപാത്രങ്ങളിലൂടെ, വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമായി നിന്ന ഒരു നടനായിരുന്നു മേഘനാഥൻ. ബാലൻ കെ നായരുടെ മകനാണ്. 1983 പുറത്തിറങ്ങിയ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. ആ സിനിമയിൽ ബാലൻ കെ നായരും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ട മിക്ക സിനിമകളിലും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വെറുത്തും, അതായത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വെറുപ്പിന്റെ ഒരു കണം നൽകുന്ന തരത്തിലുള്ള അഭിനയമായിരുന്നു മേഘനാഥന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ അച്ഛൻ കഥാപാത്രം, അത് ഈ പറഞ്ഞ മേഘനാഥന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു. എല്ലാവരെയും കരയിച്ചുകൊണ്ടുള്ള ഒരു അഭിനയമായിരുന്നു അത്. ആ ഒരു സിനിമയിലെ അഭിനയം മേഘനാഥന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വഴിത്തിരിവായിരുന്നു. വലിയൊരു വിടവ് തന്നെയാണ് മലയാള സിനിമയിൽ ഈ മേഘനാഥന്റെ മരണത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. 2 മണിയോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടക്കുക. ആഷ്മി, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഹാഷ്മി, ഒരിടയ്ക്ക് ഒരു 2015 കാലഘട്ടത്തിലാണെന്ന് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല, പക്ഷെ താൻ അതിനുവേണ്ടി ആരെയും സമീപിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാലയളവ് കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മലയാളികൾക്ക് നന്നായി അറിയാം. മലയാളികൾക്ക് ആരും എന്തായാലും മേഘനാഥൻ ആരാണ്, ഏതാണെന്ന് ചോദിക്കാത്തൊരു നടനാണ്. അത്രത്തോളം സുപരിചിതനായ നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ആദരം. സീപ്ലൈൻ പദ്ധതിയിൽ വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ കുറെ പ്രേക്ഷകർ വന്ന് ഹാജര് വെക്കുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്. സുലൈമാൻ അബ്ദുൽ ഖാദർ, സീന മുഹമ്മദ്, ഷെമി സുലൈമാൻ ഒക്കെയുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് മുമ്പ് നമ്മൾ നോക്കുമ്പോഴേ ഒരു സ്റ്റാമ്പർ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് കുറെ ചൈനീസ് ഭാഷയിൽ കമന്റ് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ മലയാളി അല്ലാത്ത ഒരാൾ, പക്ഷെ ഇപ്പൊ സ്റ്റാമ്പർ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ കമന്റ് അയച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റാമ്പർ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആളല്ല കേട്ടോ. പിന്നെ നമ്മുടെ മിനി ബാബു ചേച്ചി നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരുപാട് പേര്, ഷാനു, സുലൈമാൻ അബ്ദുൽ ഖാദർ, മലബാർ വാലി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുണ്ട്, ഷാജി കുണ്ടറ, ശ്രീ ദുർഗ. അപ്പോൾ കമൻറ്റുകൾ ഇങ്ങനെ നമുക്ക് പോകെ വായിക്കാം. നിങ്ങളൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം കേട്ടിട്ടില്ലേ? വായിച്ചിട്ടുണ്ടാവരും ഉണ്ടാവും. അപ്പോൾ അതിൽ പറയുന്ന കുഞ്ഞു ശീലങ്ങൾ കൊണ്ട് നമുക്ക് വലിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരു ടാസ്ക് തരികയാണ്. ഇന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. ഒന്നുകിൽ ഒരു ചെറിയ ചീത്തശീലം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ശീലം തുടങ്ങുന്നു. അല്ലെ ഹാഷ്മി? ഞങ്ങളും നല്ല ശീലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളും ഇതിന് ശേഷം പറയാം ഞങ്ങൾ എന്താണ് തീരുമാനിച്ചതെന്ന്. അതെ, ഇവിടെ നേരം പുലർന്നു വരുന്നുണ്ട്, നേരം പരപര വെളുത്തു വരുന്നുണ്ട്. അപ്പോൾ പരപര വെളുത്തു വരുമ്പോഴേക്കും ഈ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ചുറ്റും നടക്കാൻ എണ്ണം ഒരു വലിയ ജനക്കൂട്ടം പോലെ ഒരുപാട് പേർ വരുന്നുണ്ട്, ഒരുപാട് പേർ ഓടുന്നുണ്ട്, ഒരുപാട് പേർ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയിൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രാവിലെ നടക്കാനിറങ്ങുന്ന സ്ഥലം ഇതാണ്. ഒരുപാട് സ്പേഷ്യസ് സ്ഥലമുണ്ട്. മാത്രമല്ല ഇത് നല്ല വിസ്തൃതിയുണ്ട്. ഒരു 3-4 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വേർത്ത്, അല്ലേ, ഒരു ഗംഭീര ബ്രിസ്കായിട്ട് നടന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീര മോർണിംഗ് വാക്കിന്റെ ഒരു എഫക്റ്റീവ് ഫീലിംഗ് കിട്ടുകയും ചെയ്യും. ഒരു സ്പീഡ് കൂട്ടാവും. ചുമ്മാ നടന്നൊരു കാര്യമില്ല. ഓണ്ട അത് കിടന്നാൽ മതി. ഓക്കെ.